കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിധിയുടെ ആവശ്യപ്രകാരം CI സുനന്ദയെ ചോദ്യം ചെയ്യാനെത്തുമ്പോഴേക്കും നിധി സത്യമെല്ലാം പോലീസിനോട് തുറന്നു പറയുന്നുണ്ട്. പ്രതികൾക്ക് CIയും വീട്ടുകാരോടായി പറയുന്നുണ്ട്, സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഈ കുട്ടിയെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്നറിഞ്ഞാലുണ്ടല്ലോ, ഗാർഹിക പീഡനത്തിന് സകല എണ്ണത്തിനെ ഞാൻ അകത്താക്കുമെന്ന്. പിന്നീട് CI ധനേനോടായി താനല്ലേ ഇവരുടെ പേരിൽ ഒപ്പിട്ട് പരാതി തന്നത്, നടക്കടോ എന്ന് പറഞ്ഞ് ധനേനെ പിടിച്ചു കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റുമ്പോഴേക്കും സാറേ, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, സാറേ കൊണ്ടുപോവില്ലേ സാറേ, എന്റെ ധനേട്ടനെ കൊണ്ടുപോവില്ലേ സാറേ എന്ന് പോലീസ് ജീപ്പിനരികിൽ ചെന്ന് നിലവിളിക്കുമ്പോഴേക്കും സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, ഞാനൊന്നൊരു പാവമാ സാറേ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല സാറേ എന്ന് ധനേനും അവിടെ ഇരുന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും ചെവിക്കൊള്ളാൻ നിൽക്കാതെ അവർ ധനേനെയും കൊണ്ട് പോകുമ്പോഴേക്കും അയ്യോ എന്റെ ധനേട്ടൻ എന്ന് പറഞ്ഞ് ലളിത അവിടെ കിടന്ന് നിലവിളിക്കുക. നീ ഒന്ന് സമാധാനമായിരിക്കെ, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കാം, നീ അകത്തേക്ക് ചെല്ലേ എന്ന് പറഞ്ഞ് ഗംഗാധരനും ലളിതയെ അകത്തോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ CIയുടെ മുന്നിൽ നിൽക്കുന്ന ധനയനെയാണ് കാണിക്കുന്നത്. ലയങ്കുനിച്ച് നിൽക്കുന്ന ധനയനോടായി നേരെ നിൽക്കടോ, സ്വന്തം മകളെക്കുറിച്ചാ താൻ ഇങ്ങനെ ഒരു കള്ള പരാതി എഴുതി തന്നത്. ഇതിന്റെ പേരിൽ കേസെടുത്ത് ഞാൻ ഇവരെ പിടിച്ച് അകത്തിട്ടാലേ നാളെ പുറത്തിറങ്ങുന്ന തന്റെ മകളെ നോക്കി ആൾക്കാർ എന്തു പറയുമിടോ എന്ന് പറഞ്ഞ് നിധിയെ ചൂണ്ടിക്കൊണ്ട് ഈ കുട്ടി വന്ന് പറഞ്ഞോണ്ടാ ഞങ്ങൾക്ക് അവിടെ വന്ന് അന്വേഷിക്കാൻ തോന്നിയത്. അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് ഇവര് മാത്രമല്ല, അതിന്റെ നാണക്കേട് താനും കൂടി അനുഭവിക്കേണ്ടി വന്നേനെ. എട ധനശേഖര, കുടുംബത്തിന് വേണ്ടി ധനം ശേഖരിക്കുക മാത്രമല്ല ഒരാളുടെ ഉത്തരവാദിത്തം. അനാവശ്യമായ മാനക്കേടിൽ നിന്നും അപവാദത്തിൽ നിന്നും ഒരു കുടുംബത്തെ സംരക്ഷിക്കുക എന്നതുകൂടിയാ. കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവും, അതിനിങ്ങനെയാണോ ചെയ്യുക? താൻ ഒരച്ഛനാണോ എന്ന് CI ചോദിക്കുമ്പോൾ സാറേ, ഇവരെല്ലാം കൂടി എന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി വന്നിട്ട് എന്നെ തല്ലി, അതിന് കേസില്ലയോ സാറേ എന്ന് ധനശേഖരൻ ചോദിക്കുമ്പോൾ അതിനു മുമ്പ് താനും തന്റെ ഭാര്യയും കൂടി ഇവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഇവര് തല്ലിയില്ലേ, അതിന് കേസെടുക്കണ്ടേ? അടിപിടി കേസാണെങ്കിൽ അതിനായിരിക്കണം പരാതി കൊടുക്കേണ്ടത്, അല്ലാതെ സ്വന്തം മകളെ വെച്ചല്ല പരാതി കൊടുക്കേണ്ടത് എന്ന് ധനശേഖരനോടായി പറഞ്ഞ് എല്ലാവരോടും കൂടി നിങ്ങളുടെ കുടുംബത്തിൽ എന്തു വഴക്കു വേണമെങ്കിലും ഉണ്ടാവും, അതിന്റെ പേരിൽ അടിപിടിയോ ഇമാതിരി കള്ളക്കേസോ ഇനി മേലിലുണ്ടാവരുത്, കേട്ടല്ലോ. എന്തെങ്കിലും പരാതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരണം, അതിനാ ഇവിടെ പോലീസ്, മനസ്സിലായോ എന്ന് പറഞ്ഞ് സുഭാഷിനോടും കൂട്ടരോടുമായി നിങ്ങൾ 4 പേരും പുറത്തു പോയി ഒപ്പിട്ട് പോയിക്കോ, അയാൾ കുറച്ചു നേരം ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത് കേട്ട് സാറേ എന്ന് പരിഭ്രമത്തോടെ ധനശേഖരനും വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് മാറി നിൽക്കടോ എന്ന് അയാളോടായി പറയുമ്പോഴേക്കും സുഭാഷും കൂട്ടരും അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. അവർ സ്റ്റേഷന്റെ വരാന്തയിലേക്ക് എത്തുമ്പോഴേക്കും സുഭാഷിന്റെ പണിക്കാരനായ ബംഗാളിയും ചന്തുവും കൂടി അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവരെ കണ്ട് ബൈ ദേ അവരെന്ന് ചന്തു പറയുമ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി സുഭാഷിന്റെയും കൂട്ടരുടെയും അടുത്തേക്ക് നടന്നു ചെല്ലുന്നുണ്ട്. ഈ പണിക്ക് പോയില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അവിടുന്ന് വരുന്നതെന്ന് അയാളും. ജാമ്യം എടുക്കാൻ വക്കീലിനെ അറേഞ്ച് ചെയ്യണമെന്ന് അറിയില്ലല്ലോ ഏട്ടാ, ഞങ്ങൾ അത് സംസാരിച്ച് നിൽക്കുകയായിരുന്നു എന്ന് ചന്തു പറയുമ്പോൾ നിങ്ങളോട് ആരാ പറഞ്ഞേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ഹരീഷ് ഏട്ടന്റെ അച്ഛൻ ഭാസ്കരേട്ടൻ എന്ന് ചന്തു പറയുമ്പോ കണ്ടില്ലേ, ഇനി നാട്ടിലെങ്ങും പാട്ടാവൂ, പുള്ളിക്കാരന് ഇതും ഒരു അന്തസ്സാ, എന്നെ പോലെ എന്റെ മക്കളും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് അഭിമാനിക്കാലോ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുന്ന കേട്ട് വിടടാ എന്ന് സുഭാഷ് അവനോടായി പറഞ്ഞ് നിധിയോടായി മോൾ ഒരു പച്ച പാവാന്നാ ഞാൻ കരുതിയത്, പക്ഷേ നിന്റെ മിടുക്ക ഞങ്ങൾ പുറത്തിറങ്ങാൻ കാരണം വായെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ടു നടന്നു നീങ്ങുമ്പോഴേക്കും പോകാതെ അവിടെ തന്നെ നിൽക്കായിരുന്ന സുധീഷും ദൈവമേ, ഈ ബുദ്ധി സ്വന്തം കാര്യത്തിൽ പ്രയോഗിക്കാനുള്ള ബുദ്ധി ഇവൾക്ക് തോന്നണേ, എനിക്ക് പണി വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ പുറകെ ചെല്ലുന്നുണ്ട്. പിന്നീട് അവരെല്ലാവരും കൂടി 2 ഓട്ടോകളിലായി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഓട്ടോ നിറങ്ങിയ നിധി ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു തുടങ്ങുമ്പോഴേക്കും പുറകെ വരികയായിരുന്ന സുഭാഷ് അവളെ വിളിച്ചു നിർത്തി മോള് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്ത് കഷ്ടപ്പാടെന്ന് നിധിയും. സുഭാഷ് ഏട്ടൻ പറഞ്ഞത് ശരിയാ, ഏട്ടത്തി വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു എന്ന് നികേഷും പറയുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ എങ്ങനെ ശിക്ഷിക്കും? ചോദ്യം ചെയ്യുമ്പോൾ അതാ സാറിനെ അപ്പൊ തന്നെ മനസ്സിലായി, നിങ്ങൾ പുറത്ത് വരിക തന്നെ ചെയ്യുമായിരുന്നു എന്ന് നിധി പറയുന്നത് കേൾക്കെ ഹരീഷും ചിലപ്പോ അങ്ങനെ തന്നെ സംഭവിച്ചേനെ, പക്ഷേ ഇത്ര പെട്ടെന്ന് നടക്കുമായിരുന്നില്ല, ഹൃദയ ഏട്ടത്തിക്ക് കൂടി ടെൻഷനായി, ഞങ്ങൾ കാരണം പോലീസ് സ്റ്റേഷനിലും കയറി എന്നവൻ പറയുന്നത് കേൾക്കെ എനിക്കൊരു ടെൻഷനുമില്ല ഹരീഷേ, പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് ഇതാദ്യമായിട്ടല്ലല്ലോ, നിങ്ങളെ പോലീസ് വന്ന് കൊണ്ടുപോയപ്പോഴായിരുന്നു എനിക്ക് ടെൻഷൻ, ഇപ്പൊ എല്ലാരും വന്നല്ലോ ഞാൻ റിലാക്സ്ഡ് ആയി എന്ന് നിധി ചിരിയോടെ പറയുമ്പോ ഇതൊക്കെ പക്ഷേ ഞങ്ങൾക്ക് ആദ്യത്തെ അനുഭവമാ, ഒരു പ്രശ്നം വരുമ്പോ ഇതുപോലെ സഹായിക്കാനോ ചേർത്ത് പിടിക്കാനോ ഞങ്ങൾക്ക് ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാ ഒരാള് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത്, അത് മോളാ എന്ന് സുഭാഷ് പറയുമ്പോ സുധീഷും സുഭാഷേട്ടൻ പറഞ്ഞത് ശരിയാ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടറെ കൂട്ടിക്കൊണ്ടുപോയി സത്യം തെളിയിച്ചില്ലേ, ആക്ച്വലി ഞാൻ പ്രൗഡ് ഓഫ് യു
എന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൽ സുനന്ദയാ എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇൻസ്പെക്ടർ ചോദിച്ചപ്പോ അവൾ സത്യം പറയാതിരുന്നെങ്കിൽ വലിയ കുഴപ്പമായനെ. പാവം, അതിന്റെ പേരിൽ അവളെ അവരൊക്കെ കൂടി എന്തുമാത്രം തല്ലിയെന്ന് ആർക്കറിയാം എന്ന് നിധിയും ടെൻഷനോടെ പറയുന്നുണ്ട്. സുനന്ദ ഇങ്ങോട്ട് വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങോട്ട് വരാണ്ടിരുന്ന ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് ഹരീഷ് പറയുമ്പോൾ അത് തന്നെ, ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോയപ്പോ പിന്നാലെ വരാൻ നിധിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കാരണക്കാരിയായ സുനന്ദ വന്നോ? ഇല്ലല്ലോ. മാത്രമല്ല എന്താ നടന്നെന്ന് അവൾക്കറിയാലോ. വന്ന് സത്യം പറയായിരുന്നില്ലേ? ആ പരിസരത്തേക്ക് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല അവള്. എന്തിന്? ഫോൺ ചെയ്തപ്പോ പോലും സംസാരിച്ചില്ലല്ലോ. ഇയാൾ ഇൻസ്പെക്ടറുടെ കാല് പിടിച്ച് ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് അവൾ സത്യം പറഞ്ഞത്. അതുകൊണ്ട് പുറത്തിറങ്ങിയതിന്റെ ക്രെഡിറ്റ് സുനന്ദയ്ക്ക് കൊടുക്കൊന്നും വേണ്ട. അതിന്റെ കാരണക്കാരി ഇയാൾ തന്നെയാണെന്ന് സുധീഷും പറയുന്നുണ്ട്. എന്റെ അവസ്ഥ പോലെയല്ല അവളുടേത്. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിലാ അവള്. അവളുടെ വീട്ടുകാർ അങ്ങനെ ചെയ്യുമെന്ന് അവൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് നിധി പറയുമ്പോൾ ശരിയാ, ആ പെണ്ണൊരു പാവാ. ഇതിനോടകം അവളെ അവരെല്ലാരും കൂടി തല്ലിക്കൊല്ലാറാക്കിയിട്ടുണ്ടാവും എന്ന് സുഭാഷും ടെൻഷനോടെ പറയുമ്പോൾ ഓ പിന്നെ സുഭാഷ് ഏട്ടൻ ഈ പാവം എന്ന് വിചാരിക്കുന്നുണ്ടാ? അവൾ അത്ര പാവമൊന്നുമല്ല. അവൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാ എന്ന് സുധീഷ് കുറ്റപ്പെടുത്തുമ്പോ ഒരു പ്രശ്നമുണ്ടായ അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം പോലും അതിനില്ല. പിന്നെന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരുന്നേ എന്ന് ഹരീഷ് പറയുമ്പോൾ സുനന്ദേച്ചിയോട് ആദ്യം ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു, ഇപ്പോ അതും പോയി എന്ന് നികേഷും. അത് കേൾക്കെ സുഭാഷും മതി, ഇതോടെ ഇനി ഈ പ്രശ്നം തീർന്നു എന്നങ്ങ് വിചാരിച്ചേക്കണം എന്ന് പറഞ്ഞ് സുധീഷിനോടും ഹരീഷിനോടുമായി എടാ നിന്നോടും ഹരീഷിനോടുമായിട്ടാ പറഞ്ഞ് ഇനിയും നമ്മളായിട്ട് അവരുടെ വീട്ടിൽ പോയി ചോദിക്കാനോ വഴക്കുണ്ടാക്കാനോ നിൽക്കണ്ട, കേട്ടല്ലോ എന്ന് പറയുമ്പോൾ അവരൊന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് എടാ ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങള്, ഉത്തരം പറ എന്ന് സുഭാഷ് പറയുമ്പോൾ ഇനിയൊന്നിനും നിൽക്കില്ലെന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്? പോലീസ് ഇടപെട്ട് പരിഹരിച്ച കേസാ. നിങ്ങളായി ഇടപെട്ട് വീണ്ടും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയാൽ വലിയ പ്രശ്നമാവും. ഇതോടെ എല്ലാം അവസാനിക്കണം, കേട്ടല്ലോ എന്ന് നിധി പറയുമ്പോൾ ഉത്തരവ് മാഡം എന്ന് സുധീഷും ശരി എന്ന് ഹരീഷും പറയുന്നത് കേൾക്കെ ഈ എല്ലാവരെയും വിളിച്ചോണ്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അവിടെ സുനന്ദയുടെ വീട്ടിൽ സുനന്ദയെ തല്ലി ചതച്ചോണ്ടിരിക്കുക അവളുടെ അമ്മ ലളിത. എടി പറഞ്ഞിട്ടല്ലേ നിന്നെ കൊണ്ടുപോയത്, നിന്നെ തല്ലുകയല്ല കൊല്ലുകയാ വേണ്ടത്, അശ്രീകരം എന്ന് പറയുമ്പോഴേക്കും ഇനിയും തല്ലിയാ ഞാൻ ചത്തുപോകും എന്ന് സുനന്ദയും ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. അത് കേൾക്കെ അവളുടെ അച്ഛൻ ധനയനും മിണ്ടിപ്പോകരുത്, അവനെ പുറത്തിറക്കാൻ പോലീസിനെ ഒറ്റിക്കൊടുക്കുമ്പോ നീ ഞങ്ങളെ പറ്റി ആലോചിച്ചോടി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്, അതിന് കാരണം നീയാ എന്ന് പറയുമ്പോഴേക്കും അമ്മ ലളിതയും എന്ത് പറയണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയത്. പോലീസുകാരുടെ മുന്നിലെത്തിയപ്പോ നിനക്ക് അവനെ ഓർമ്മ വന്നു അല്ലേടി, അതുകൊണ്ടായിരിക്കും മാറ്റി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഗംഗാധരനും എടി നിനക്ക് നിന്റെ അച്ഛനേക്കാളും വലുത് അവനാണോടി എന്ന് ചോദിക്കുന്നുണ്ട്. അന്യനാട്ടിൽ കിടന്ന് ഈ മനുഷ്യൻ രാവും പകലും കഷ്ടപ്പെട്ടതേ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ, അത് നീ ആലോചിച്ചോടി എന്ന് ലളിത വീണ്ടും ഒച്ചവെക്കുമ്പോ നീ ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല മോളെ, നിന്നെ അനിയത്തിയുടെ മോളായിട്ടല്ല സ്വന്തം മകളായിട്ട് തന്നെയാ ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് ഗംഗാധരനും പറയുന്നുണ്ട്. അത് കേൾക്കെ അവളുടെ അച്ഛനും ഇൻസ്പെക്ടറുടെ മുന്നിൽ വെച്ച് നിനക്ക് ഞാൻ തീരുമാനിച്ച കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞാല് അത് നടക്കില്ലെന്ന് നീ കരുതിയോടി. ചെറുക്കന്റെ വീട്ടുകാരെ ഇന്ന് വന്നേച്ചു പോട്ടെ, എന്നെ സ്റ്റേഷനിൽ കയറ്റിയതിനുള്ളത് അതിനുശേഷം ഞാൻ നിനക്ക് തരാം എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹത്തിനൊരു കോൾ വരുന്നുണ്ട്. അദ്ദേഹം വിളിക്കുന്നവർക്ക് വഴിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കോൾ വെച്ച് കഴിഞ്ഞ് അദ്ദേഹം ഗംഗാധരനോടായി അളിയ അവര് പുറപ്പെട്ടു, 1 മണിക്കൂറിനകം ഇങ്ങെത്തും എന്ന് പറഞ്ഞ് ലളിതയോടായി അവരുടെ മുന്നില് ഇവള് കരഞ്ഞു നിലവിളിച്ച് നിന്നാല് സത്യമായിട്ടും ഒരു തവണ കൂടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവും. എന്റെ മകളെ തീർത്തിട്ടായിരിക്കുമെന്ന് മാത്രം, നല്ല കാര്യം ഓതിക്കൊടുത്താ നിനക്ക് നല്ലത്, വാ അളിയ എന്ന് പറഞ്ഞ് ഗംഗാധരനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ധനശേഖരൻ. കരച്ചിലോടെ നിൽക്കായിരുന്ന സുനന്ദയോടായി ലളിതയും കരച്ചിൽ നിർത്തടി, തള്ള ചത്താ പോലും നീ ഇങ്ങനെ കരയില്ലല്ലോടി, അച്ഛൻ പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ, പോലീസുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയതുപോലെ ചെറുക്കം വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയ അച്ഛനായിരിക്കില്ല നിന്നെ തീർക്കുന്നത്, ഞാനായിരിക്കും, ഓർത്തോ, ചെന്ന് മുഖം കഴുകാൻ നോക്കടി എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവിടുന്ന് പോകുമ്പോഴേക്കും സുനന്ദയും സങ്കടം അടക്കാനാവാതെ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക. പിന്നീട് നിധിയുടെ മൊബൈലിലേക്ക് സാന്ദ്രയുടെ കോൾ വരുന്നുണ്ട്. നിധിയും ആ കോൾ അറ്റൻഡ് ചെയ്ത് ദേഷ്യത്തോടെ ഹലോ എന്ന് പറയുമ്പോ നിധി എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ ഏട്ടത്തി പറഞ്ഞോളൂ എന്ന് നിധിയും നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് കരുതി കുറെയായി, എന്ത് ചെയ്യാം എപ്പോഴും ആരെങ്കിലും ഉണ്ടാവും, ഫോൺ വിളിക്കുന്നത് കണ്ട അതും പറഞ്ഞ് പ്രശ്നമാവുമെന്ന് കരുതിയാ ഞാൻ എന്ന് സാന്ദ്ര പറഞ്ഞു നിർത്തുമ്പോൾ അത് സാരമില്ല ഏട്ടത്തി എന്ന് നിധിയും. അന്ന് പറഞ്ഞതിന് സോറി പറഞ്ഞ് ഞാൻ വോയിസ് നോട്ട് അയച്ചിരുന്നു എന്ന് സാന്ദ്ര പറയുമ്പോൾ ഞാൻ കേട്ടിരുന്നു എന്ന് നിധിയും. സോറി നിധി എന്ന് സാന്ദ്ര വീണ്ടും പറയുമ്പോൾ അത് കഴിഞ്ഞില്ല ഏട്ടത്തി, വിട്ടേക്കെന്ന് നിധിയും. കുറച്ചു ദിവസമായി ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു, ഇരിക്കട്ടെ എന്ന് സാന്ദ്ര പറയുമ്പോൾ ശരിയെന്ന് നിധിയും. സൂര്യ നിനക്ക് ഇഷ്ടമില്ല എന്നത് ശരി തന്നെ, പക്ഷേ സുധീഷിന് നിനക്ക് എങ്ങനെയാ ഇഷ്ടപ്പെട്ടത് എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് പോന്നതെന്ന് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞോ എന്ന നിധിയുടെ ചോദ്യം കേട്ട് പിന്നെ കല്യാണം
എന്ന് അമ്പരപ്പോടെ സാന്ദ്ര ചോദിക്കുന്നുണ്ട്. അതൊരു ആക്സിഡന്റ് മാരേജാ എന്ന് നിധി പറയുമ്പോ എന്ന് വെച്ചാ എന്ന് സാന്ദ്രയും. അതൊക്കെ ഒരു കഥയാ ഏട്ടത്തി എന്ന് നിധി പറയുമ്പോ പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. നീ പറ നിധി, നീ സുധീഷിനെ വിവാഹം കഴിക്കാൻ കാരണം എന്തായിരുന്നു? അവനോടൊപ്പം നീ പിന്നെ ഓടിപ്പോയത് എന്തിനാ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോ ഞാൻ സുധീഷിനോടൊപ്പം ഓടിപ്പോയതല്ല ഏട്ടത്തി, സൂര്യയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. എനിക്ക് ഡ്രൈവറായി വന്നതായിരുന്നു സുധീഷ്. അന്ന് പോരുമ്പോ എന്നത്തെയും പോലെ സൂര്യ എന്നെ ഫോണിൽ വിളിച്ചു. പറഞ്ഞ നിധി അന്നത്തെ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. ഞാൻ ഫോണിലൂടെ അവനെ പറയാവുന്നതെല്ലാം പറഞ്ഞു. ഞാൻ രാത്രി പുറത്തെവിടെയോ ആണെന്ന് അവന് മനസ്സിലായി. പിന്നെ അറിയാലോ എന്ന് പറഞ്ഞ് സൂര്യ അറിയിച്ചതനുസരിച്ച് വീട്ടുകാർ അവരെ ഫോളോ ചെയ്ത് പിടികൂടാൻ ശ്രമിച്ചതും രക്ഷപ്പെട്ടോടിയ അവർ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയതും അവിടെ വെച്ച് സുധീഷുമായി മാരേജ് നടന്നതുമെല്ലാം ഓർത്തെടുത്ത് നിധി പറഞ്ഞുകൊണ്ട് ഇതാ ഏട്ടത്തി ശരിക്കും നടന്നതെന്ന് നിധി പറയുമ്പോ അപ്പോ ഇത് നിന്റെ ഇഷ്ടത്തിന് നടന്ന കല്യാണമല്ലേ? സാന്ദ്രയും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. അല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. സുധീഷിനെയും തെറ്റു പറയാൻ പറ്റില്ല. ഒന്നോർത്ത അയാളുടെയും ജീവിതം ഇങ്ങനെ ആയില്ലേ എന്ന് നിധി പറയുമ്പോ നീ എന്താ ഇതൊന്നും ഞങ്ങളോട് പറയാതിരുന്നത് എന്ന് സാന്ദ്ര ചോദിക്കുമ്പോ പറയാൻ നിങ്ങൾ എനിക്ക് അവസരം തന്നോ? എപ്പോഴെങ്കിലും എന്റെ ഭാഗത്തൊരു ശരി ഉണ്ടാവുമെന്ന് ചിന്തിച്ചോ? ഇപ്പോഴും ആ അരപ്പിരി സൈക്കോയെ എന്റെ തലയിൽ കെട്ടിവെക്കാനല്ലേ നോക്കുന്നത്? എങ്ങനെ പിന്നെ എനിക്ക് പറയാൻ പറ്റും എന്ന് നിധി ചോദിക്കുമ്പോ ശരി ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് വീണ്ടും എന്നെ അവന്റെ തലയിൽ തന്നെ കെട്ടിവെക്കാൻ നോക്കും, അതല്ലേ സംഭവിക്കുക? ആ സൈക്കോയാണെങ്കിൽ തിരിച്ചും അതെ, ഇപ്പോഴും കെട്ടാനായി റെഡിയായി നിൽക്കുക. അസ്കൽ എന്ന് നിധി പറയുമ്പോ അത് ശരിയാ, അയാൾ ഇപ്പോഴും അരുണേട്ടനെ കാണാൻ വേണ്ടി ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരാറുണ്ട്. നീ ആഗ്രഹിച്ചത് സ്വന്തമായി ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കണമെന്നല്ലേ? അതിപ്പോ നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിനി എന്തു ചെയ്യും? എത്ര കാലം നീ ആ വീട്ടിൽ കഴിയും? ജീവിതകാലം മുഴുവൻ സുധീഷിന്റെ വൈഫായി അവിടെ ജീവിക്കാനാണോ പ്ലാൻ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോ അയ്യോ അങ്ങനൊന്നും പറ്റില്ല ഏട്ടത്തി, ഞാൻ അതൊരു കല്യാണമായി വിചാരിച്ചിട്ടേ ഇല്ല. ഇവിടെ കഴിയുന്നിടത്തോളം എനിക്കൊരു പ്രശ്നവുമില്ല ഏട്ടത്തി. എല്ലാരും എന്നോട് നന്നായിട്ടാ പെരുമാറുന്നത്. പക്ഷേ അധികകാലം ഞാൻ ഇവിടെ നിൽക്കില്ല, ഉറപ്പ് എന്ന് നിധി പറയുന്നുണ്ട്. വെറുതെ എന്തിനാ നിധി വീണ്ടും വീണ്ടും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് എന്ന് സാന്ദ്ര ചോദിക്കുമ്പോ എന്താ ഏട്ടത്തി എന്ന് നിധിയും കഴിഞ്ഞത് ഒരു ആക്സിഡന്റൽ മാരേജ് ആയിരുന്നു എന്ന് നീ പറഞ്ഞു. പക്ഷെ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതല്ലേ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ അത് പോലീസുകാരാ അങ്ങനെ ചെയ്തത്. മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോഴാ നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്തു എന്ന് ഞങ്ങൾക്കും മനസ്സിലായത് എന്ന് നിധി പറയുന്നത് കേൾക്കെ എന്താ നിധി ഇത്ര വലിയൊരു കാര്യം നീ ഇത്ര സിമ്പിൾ ആയിട്ട് പറയുന്നത്? നിനക്കും ഒരു പക്ഷേ സുധീഷിനും ഇത് കല്യാണമല്ല എന്നൊരു തോന്നൽ ഉണ്ടായിരിക്കാം. പക്ഷേ ലീഗലി നിങ്ങൾ പാർട്ട്ണർമാരായി കഴിഞ്ഞു. അതുകൊണ്ട് നിയമപരമായി തന്നെ ഡിവോഴ്സ് വാങ്ങിയേ പറ്റൂ. വേറൊരു നിവൃത്തിയും ഇല്ലാതല്ലേ കല്യാണം കഴിച്ചത്. അപ്പോ എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കണ്ട് ഡിവോഴ്സിനെ മൂവ് ചെയ്യരുതോ? രണ്ടുപേർക്കുമിടയിൽ ഇഷ്ടമില്ലാതെ നടന്ന വിവാഹമല്ലേ? ഇത്രയും കാലം ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാതെ വെയിറ്റ് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാ എന്തു പറയും? നാളെ നിനക്കൊരു ജീവിതം വേണ്ടേ? സുധീഷിനും അയാളുടേതായ ഒരു ജീവിതം വേണ്ടേ? അതൊക്കെ നടക്കണമെങ്കിൽ നിങ്ങളുടെ ഡിവോഴ്സ് ലീഗലി നടക്കണം നിധി. ഇനിയും ലേറ്റായ നിനക്ക് കൂടുതൽ ആപത്ത് എന്ന് സാന്ദ്ര ഓർമ്മിപ്പിക്കുമ്പോൾ ശരി ഏട്ടത്തി, ഞാൻ എത്രയും പെട്ടെന്ന് അത് ചെയ്യാം. എനിക്ക് മാത്രമല്ലല്ലോ സുധീഷിനും അത് പ്രധാനമല്ലേ എന്ന് നിധി പറയുമ്പോൾ അവന്റെ കാര്യം വിട്. ഇതിങ്ങനെ നീണ്ടു പോയാ നാളെ സുധീഷിന് ഈ കല്യാണം തന്നെ മതി എന്ന് തോന്നലുണ്ടായാലോ? ഇനി ഡിവോഴ്സ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാലോ? അതാ പറഞ്ഞത് നിനക്കാ കൂടുതൽ ആപത്തെന്ന്. നീ ഇന്നു തന്നെ സുധീഷിനോട് സംസാരിക്ക്. എന്നിട്ട് നാളെ തന്നെ ഒരു വക്കീലിനെ കാണ് എന്ന് സാന്ദ്ര പറയുമ്പോൾ ശരി ഏട്ടത്തി, ഞാൻ എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് നിധിയും കോൾ കട്ട് ചെയ്യുകയാ. പിന്നീട് സുധീഷിനോട് നിധി ഇക്കാര്യം സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. സുധീഷ് ഒന്നും പറഞ്ഞില്ല എന്ന് നിധി ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാടോ എന്ന് സുധീഷും. നമുക്കിടയിൽ നടന്നത് ഫേക്ക് മാരേജ് ആയതുകൊണ്ട് ഇതധികം തുടർന്നു പോകുന്നത് ശരിയല്ല. പക്ഷെ ലീഗലി നമ്മൾ മാരീഡ് ആയ സ്ഥിതിക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാതിരിക്കാനും പറ്റില്ല എന്ന് നിധി പറയുമ്പോൾ അതായത് ഞാനും നീയും മ്യൂച്വൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് ഡിവോഴ്സ് വാങ്ങിക്കണം അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതെ അതല്ലേ വേണ്ടതെന്ന് നിധിയും. സുധീഷൻ ചിരിയോടെ എടോ നമ്മൾ രണ്ടാളും കല്യാണം കഴിച്ചില്ലേ, ഇനിയിപ്പോ ഇതേതായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മരണം വരെ നീയും ഞാനും ഭാര്യയും ഭർത്താവുമായിരിക്കും. അത് മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സുധീഷ് പൊട്ടിച്ചിരിക്കുന്നതും സ്വപ്നം കണ്ട് നിധി ഞെട്ടി ഉണരുന്നുണ്ട്. അവൾ ടെൻഷനോടെ അത് ഓർത്തെടുത്ത് ദൈവമേ അങ്ങനെ സംഭവിക്കോ? ഡിവോഴ്സ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാ എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ ചോദിച്ചാലോ എന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ഹാളിൽ സുഭാഷിന്റെയും കൂട്ടരുടെയും കൂടെ കിടന്നുറങ്ങുകയായിരുന്ന സുധീഷിനെ വിളിച്ചുണർത്തുമ്പോഴേക്കും മുന്നിൽ നിൽക്കുന്ന നിധിയെ കണ്ട് സുധീഷ് ഞെട്ടിപ്പിഴഞ്ഞ് എഴുന്നേറ്റ് എന്താ എന്ന് ചോദിക്കുമ്പോൾ പതിയെ എന്ന് നിധിയും. എന്താ എന്നവൻ വീണ്ടും ശബ്ദം താഴ്ത്തി ചോദിക്കുമ്പോൾ ഒന്ന് പുറത്തേക്ക് വാ എന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് പോകുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെ ഈശ്വര പുറത്തേക്ക് വിളിക്കുന്നു. നാക്കിൽ വീണോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവൻ വരാന്തയിലേക്ക് ചെല്ലുമ്പോഴേക്കും നിധിയും അവിടെ ആലോചനയോടെ നിൽപ്പായിരുന്നു. അവൻ നിധിയെ വിളിച്ച് നിധി എന്താ വിഷയം എന്ന് ചോദിക്കുമ്പോൾ നിധി ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് സംഭവം അതുതന്നെ. സുധീഷ്, നാളുകൾക്ക് ശേഷം എനിക്ക് നിന്നോടത് പറയാൻ തോന്നുന്നു. ഐ ലവ് യു. അങ്ങനെ തുറന്നു പറയുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുക എന്നൊക്കെ അവൻ മനസ്സിലോർത്ത് നിധിയോടായി നിധി
അങ്ങനെ ഫോർമാലിറ്റി ഒന്നും നോക്കണ്ട കേട്ടോ. ഇപ്പൊ ഇയാളുടെ മനസ്സിൽ തോന്നിയില്ലേ, അതുപോലെ അങ്ങ് പറഞ്ഞാ മതി. പറഞ്ഞോ എന്ന് സുധീഷ് സന്തോഷത്തോടെ പറയുമ്പോൾ, അന്നൊരു ദിവസം രാത്രി എന്നെ പുറത്തോട്ട് കൊണ്ടുപോയില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ, അതെ നമ്മൾ ഒരുമിച്ച് പോയി പാർക്കിലൊക്കെ കറങ്ങിയിട്ട് ഹാപ്പി ആയിട്ട് വന്ന ദിവസമല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അതുപോലെ ഇന്നൊന്ന് പോയാലോ എന്ന നിധിയുടെ ചോദ്യം കേട്ട്, എന്തൊരു ചോദ്യമായത്, ഈ സുധീഷ് ജീവിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എന്ന് സുധീഷും സന്തോഷത്തോടെ പറയുന്നുണ്ട്. അടുത്തെവിടെയെങ്കിലും മതി എന്ന് നിധി പറയുമ്പോൾ, അതിനെന്താ നമുക്ക് പോവാലോ. അല്ല നിധി, എന്താ പ്രശ്നം, അന്നത്തെ പോലെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, ഇയാളോട് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി എന്ന് നിധിയും. എന്നോടോ സംസാരിക്കാലോ, എത്ര വേണേലും സംസാരിക്കാലോ എന്ന് സുധീഷ് സന്തോഷത്തോടെ പറയുമ്പോൾ, ഞാൻ മൊബൈൽ എടുത്തു വരാമെന്ന് പറഞ്ഞ നിധി അകത്തോട്ട് പോകുമ്പോൾ സുധീഷും സന്തോഷത്തോടെ, അപ്പോൾ അത് സ്വപ്നമല്ല, ഈശ്വര, രാത്രി നേരം പൂർണ്ണ നിലാവ്, തണുത്ത കാറ്റ്, ഞാനും നിധിയും ഐ ലവ് യു എന്ന് പറയാൻ ഇതിലും പറ്റിയ സമയമുണ്ടോ, വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ചിരിയോടെ നിധിയെയും കാത്ത് ആ തൂണുചാരിക്കൊണ്ട് നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.